blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് കർത്താവ് വളരെ വളരെ സ്പെഷ്യലായി നിങ്ങളെ സ്പർശിക്കുവാനും അനുഗ്രഹിക്കാൻ പോകുന്നു. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേരും ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിന് വേണ്ടി ദിവസവും കാത്തിരിക്കുന്നവരാണ്, കൃത്യമായി നോട്ട്സ് എഴുതിയെടുക്കുന്നവരാണ്. ഇതിനെല്ലാറ്റിനും ദൈവം വലിയ പ്രതിഫലം നൽകട്ടെ. തലമുറകളിലേക്ക് നിൽക്കുന്ന പ്രതിഫലത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 പേർ ചേർന്നാണ്. ഈ കോ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 പേർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിഷ മേരിയെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവെ അവളുടെ ബർത്ത്ഡേ ആണല്ലോ. തിരുനാമത്തിൽ എല്ലാ ജന്മദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും അവളുടെ മേൽ വന്നു ചേരട്ടെ. ഭർത്താവ് ഷിജിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാത്രമല്ല ഈ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവെ ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി കർത്താവ് നൽകണമേ. കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന മകൾ അനീകയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവളുടെ സ്റ്റഡീസിന് അനുഗ്രഹിക്കുന്ന LKGയിൽ അവൾ ഏറ്റവും നന്നായി കർത്താവെ പെർഫോം ചെയ്യട്ടെ. ഭാവിയിലേക്കുള്ള നന്മകൾക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അടുത്ത കോ സ്പോൺസറായി നിൽക്കുന്ന റിനി ആൻഡ് ജോർജ് ഫ്രം ഫിലഡൽഫിയ, ആ മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയൊരു ജോലി അങ്ങ് നൽകി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, അവൾക്ക് കർത്താവ് നല്ലൊരു ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഇരുവരെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജിഷ ആൻഡ് റിനി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു. ഞാൻ കഴിഞ്ഞ 2 ദിവസവും നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് കൂടെ ആ സന്ദേശത്തിൻ്റെ ദി യൂണിവേഴ്സിറ്റി ഓഫ് പെർസിവിയറൻസ് എന്ന സന്ദേശത്തിൻ്റെ 3rd പാർട്ടാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എൻ്റെ കൺക്ലൂഷനിൽ ഒരു വലിയ തീരുമാനത്തിലേക്ക് വരണം. കർത്താവിനോടൊപ്പം നിൽക്കാൻ, കർത്താവിൻ്റെ ഒപ്പം ചുവട് പിടിക്കാൻ കർത്താവ് ഒത്തിരി നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഹൃദയം തുറന്ന് ഈ സന്ദേശം കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. 2 Peter chapter number 1. 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഇനി നമുക്ക് വരാം. Chapter number 1. ഒന്നാമത്തെ അധ്യായം Verse number 5 and 5 through 7. അതിന്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. Now I call this passage, this portion as Peter's recipe for life. ഞാൻ ഇതിന് ഈ ഒരു വേദഭാഗത്തിന് പറയുന്ന കാര്യം എന്നുള്ളത് പത്രോസിന്, നമ്മൾ സാധാരണ പാചകക്കുറിപ്പുകൾ കേട്ടിട്ടില്ലേ, അതുപോലെ ജീവിതം എന്ന പാചകത്തിനു വേണ്ട പത്രോസിന്റെ പാചകക്കുറിപ്പാണിത്. Are you there? നിങ്ങൾ ഇവിടെ എത്തിയോ? All housewives, look at me. എല്ലാ വീട്ടമ്മമാരും എന്നെ ശ്രദ്ധിക്കുക. You may have many recipes in your life. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒത്തിരി പാചകക്കുറിപ്പുകൾ ഉണ്ടായിരിക്കാം. A recipe for salt mango tree. ഉപ്പുമാവിന്റെ റെസിപ്പി നമുക്കറിയാം. And recipe for making sambar. സാമ്പാർ ഉണ്ടാക്കാനുള്ള റെസിപ്പി. And many of you are very expert in cooking. ഒത്തിരി ആളുകളും ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിൽ വളരെ മിടുക്കികളാണ്. But many people do not know the recipe for a joyful life. എന്നാൽ വീട്ടമ്മമാരെ, വീട്ടപ്പന്മാരെ ശ്രദ്ധിക്കുക. എന്നാൽ നല്ല സന്തോഷകരമായ ജീവിതത്തിന് വേണ്ട പാചകക്കുറിപ്പുകൾ, അതിന്റെ കാര്യത്തിൽ വളരെ പരാജിതരാണ്. Now Peter the apostle, പത്രോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ, he is giving us a recipe for a very good life. ഇപ്പോൾ നല്ലൊരു ജീവിതത്തിന് വേണ്ട ചേരുവകകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ പത്രോസ് നൽകുന്നത്. Let's read 2 Peter chapter 1 verse number 5. ഇനിയിപ്പോൾ എല്ലാവരും ബൈബിൾ തുറന്ന് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Are you there?
ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ? If you are there, shout hallelujah. എത്തിയവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Okay, let's go. For this reason, make every effort to add to your faith goodness, and to goodness knowledge, and to knowledge self-control, and to self-control perseverance, and to perseverance godliness, and to godliness brotherly kindness, and to brotherly kindness love. ഓ ഇവിടെ നോക്കുക, നല്ലൊരു മിക്സിംഗ് ആണ്. Uh-huh. ടീസ്പൂണിന്റെ കണക്കൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും നല്ല കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കാരണത്താൽ ചേർന്ന് വായിച്ചാലും നിങ്ങൾ സകല പ്രയത്നവും ചെയ്ത് നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവശ്രേഷ്ഠതയും, സ്വഭാവശ്രേഷ്ഠതയോട് ജ്ഞാനവും, ജ്ഞാനത്തോട് ആത്മനിയന്ത്രണവും, ആത്മനിയന്ത്രണത്തോട് സഹിഷ്ണുതയും, സഹിഷ്ണുതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിച്ചേർക്കുവിൻ. Add. ചേർക്കുക, ചേർക്കുക, ചേർക്കുക. So Peter is saying, take 1 cup full of faith. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഒരു കപ്പ്, ഒരു കപ്പ് വിശ്വാസം. Some people have very good faith in them. ഓർക്കുക, ഒത്തിരി ആളുകൾക്കും അകത്ത് വിശ്വാസമുള്ളവരാണ്. But don't be satisfied. എന്നാൽ അകത്തുള്ള വിശ്വാസത്തിൽ മാത്രം നിങ്ങൾ സംതൃപ്തരാകരുത്. Add goodness to your faith. ആ അകത്തെ നിങ്ങളുടെ വിശ്വാസത്തിനോടൊപ്പം നിങ്ങൾ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതകൾ അതിനോട് ചേർത്ത് പണിയണം. And for that make every effort. അതിനുശേഷമായിട്ട് സകല പ്രയത്നവും നിങ്ങൾക്കുണ്ടാകണം. Then add some knowledge to it. എന്നിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾ ജ്ഞാനം നിറയ്ക്കണം. Then add self-control to it. അതിന്റെ കൂട്ടത്തിൽ സഹിഷ്ണുത കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. Then add perseverance. അതിന്റെ കൂട്ടത്തിൽ സഹിഷ്ണുത നിറയ്ക്കണം. Touch somebody and say, പിടിച്ചു നിൽക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാലും പിടിച്ചു നിൽക്കുക. വേറെ ആളെ തൊട്ടിട്ട് പറയാ, സഹിച്ചു നിൽക്കുക. അടുത്തിരിക്കുന്ന വേറെ ആളെ തൊട്ടിട്ട് പറഞ്ഞാലും സഹിച്ചു നിൽക്കുക. Hallelujah. Hallelujah. Somebody say hallelujah. ചേർന്ന് hallelujah പറഞ്ഞാലും. Hallelujah. Praise the Lord. Praise the Lord. Can I tell you something? ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. Many years back there was a man called Colonel Sanders. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് കേണൽ സാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was a retired man. He was running a hotel. അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. And this small hotel had very good business, but then the highway was routed into another direction and he had to finally close down the hotel. അദ്ദേഹം നല്ല ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരാളായിരുന്നെങ്കിലും നല്ല ചെലവൊക്കെ ഉള്ള ഒരു കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കടയുടെ മുന്നിലൂടെ അതിന്റെ ആ കടയുടെ ആ ഭാഗത്തൂടെ ഒരു വലിയ ഹൈവേ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ഹോട്ടൽ തനിക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. Finally he had to close down the hotel. ഒടുവിലായിട്ട് അയാൾ തന്റെ ഹോട്ടൽ അടച്ചുപൂട്ടി. Now he is a retired man. ഇപ്പോൾ അദ്ദേഹം പണിയില്ലാത്ത ഒരു റിട്ടയർഡ് മാൻ ആണ്. No business. ഒരു ബിസിനസ്സും ഇല്ല. But he was a very expert. He had a very good chicken recipe. അദ്ദേഹത്തിന്റെ കയ്യിൽ ചിക്കന്റെ ഒരു നല്ല ഒരു പാചകക്കുറിപ്പുണ്ട്. And he finally said, if I sell this recipe to some hotel, through that he would get some percentage. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്റെ കയ്യിലുള്ള ഈ ചേരുവക, ഈ പാചകക്കുറിപ്പ് ഞാൻ ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ അവർ നടത്തുന്ന ബിസിനസിന്റെ ചില പെർസെന്റേജ്, ചില ശതമാനം എനിക്ക് ലഭിക്കും. So he went to one hotel. അതുകൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടലിനെ സമീപിച്ചു. He said, I have a very good chicken recipe. Do you want it? അദ്ദേഹം ചോദിച്ചു, എന്റെ കയ്യിൽ ഒരു ചിക്കന്റെ ഒരു നല്ലൊരു കോഴിക്കറിയുടെ പാചകക്കുറിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിച്ചു. No, we don't want. We have very good chicken recipe here. അദ്ദേഹം ആ ഹോട്ടലുകാരൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് നല്ല ഒരു പാചകക്കുറിപ്പ് ഞങ്ങൾ He went to another hotel. അടുത്തൊരു ഹോട്ടലിലേക്ക് ചെന്നു. He went to another hotel. വേറെ ഹോട്ടലിലും ആവശ്യമായി He went to another ചെന്നു. hotel. അടുത്ത ഹോട്ടലിലേക്ക് ചെന്നു. He went to another hotel. വേറൊരു ഹോട്ടലിൽ He went to ചെന്നു. another അടുത്തൊരു hotel. ഹോട്ടലിൽ ചെന്നു. Do you know how many hotels he approached? അങ്ങനെ തന്റെ പാചകക്കുറിപ്പുമായിട്ട് ഈ കേണൽ സാൻഡേഴ്സ് എത്ര ഹോട്ടലുകളിൽ ചെന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? He went to 1009 hotels. അങ്ങനെ 1009 ഹോട്ടലുകളെ അദ്ദേഹം സമീപിച്ചു. And finally one hotel said, okay, we would give a try. എന്നാൽ ഒടുവിൽ അവസാനം ഒരു ഹോട്ടൽ പറഞ്ഞു, ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. And they took the recipe and they started making chicken. അങ്ങനെ അവർ ആ പാചകക്കുറിപ്പ് എടുത്ത് അവർ ആ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങി. And that's how we have KFC today. ആ
ചിക്കനാണ് ഇന്ന് KFC എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. How many of you have eaten KFC? നിങ്ങൾ എത്ര പേര് KFC ചിക്കൻ കഴിച്ചിട്ടുണ്ട്? Oh, so many have eaten. ഒത്തിരി പേര് ഇത് കഴിച്ചിട്ടുണ്ട്. And we have more and more KFCs coming in the city now. നമ്മുടെ സിറ്റിയിലേക്ക് ഇപ്പോൾ KFCയുടെ ഒത്തിരി ഔട്ട്ലെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. One in Goldsuk, one is coming in, one has already come in MG Road, in Lulu, the many outlets will be there. All these KFC. This is a story behind KFC. ഇന്ന് നമ്മുടെ ഗോൾസുക്കിലുണ്ട്, MG റോഡിലുണ്ട്, ഇനിയിപ്പോ വരാൻ പോകുന്ന ലുലു മോളിൽ ഒത്തിരി വരുന്നുണ്ട്. എന്നാൽ ഓർക്കണം, ഇന്ന് ലോകമെമ്പാടും KFC ചിക്കൻ പടർന്നു പിടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ കഥയുണ്ടായിരുന്നു. 1009 times he was rejected. 1009 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പാചക കുറിപ്പുകൾ എല്ലാ ഹോട്ടലുകളും തള്ളിക്കളഞ്ഞതാണ്. But he had one quality which usually we don't have. എന്നാൽ നമുക്കില്ലാത്ത ഒരു ഗുണവിശേഷം, ഒരു സ്വഭാവ ശ്രേഷ്ഠത അയാൾക്കുണ്ടായിരുന്നു. Perseverance. സഹിഷ്ണുത. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Behind every success there is this quality called perseverance. എന്നാൽ ഓർക്കുക, എല്ലാ വിജയത്തിന്റെ പുറകിലും ഒരു ഗുണമുണ്ടായിരിക്കും, അതാണ് സഹിഷ്ണുത. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. And now my question is, how many of you really want to have perseverance in your life? ഇന്ന് എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹിഷ്ണുത വേണമെന്ന് പറയുന്നവരുണ്ട്? I'm going to give you a very good professor. ഞാൻ നിങ്ങൾക്ക് സഹിഷ്ണുത നിങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങളിൽ ഉണ്ടാക്കി തരുവാൻ ഞാൻ നിങ്ങളെ ഒരു പ്രൊഫസറിനെ പരിചയപ്പെടുത്താൻ പോകുകയാണ്. He is the senior professor in the University of Perseverance. സഹിഷ്ണുതയുടെ സർവകലാശാലയിലെ ഏറ്റവും സീനിയർ പ്രൊഫസറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. Do you know his name? അവന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Jesus. യേശു. Jesus. യേശുവാണോ? You're very right. നിങ്ങൾ വളരെ കറക്റ്റ് ആണ്. But under him there is another professor. എന്നാൽ അവന്റെ താഴെ നിങ്ങളെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊഫസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. And his name is Mr. Job. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ ഇയ്യോബ്. James chapter 5 verse number 11. യാക്കോബിന്റെ ലേഖനത്തിലേക്ക്, ഇപ്പോൾ നാം വായിച്ച പത്രോസിന്റെ ലേഖനത്തിന് തൊട്ട് മുമ്പുള്ള ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. As you know, we consider blessed those who have persevered. You have heard Job's perseverance and have seen what the Lord finally brought about. The Lord is full of compassion and mercy. 11-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, എന്നോട് ചേർന്ന് വായിച്ചാലും, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വചനം. സഹിഷ്ണുത നിലനിർത്തിയവരെ നാം ഭാഗ്യവാന്മാരായി കരുതുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയും കർത്താവ് വരുത്തിയ ശുഭാന്ത്യം കാണുകയും ചെയ്തിരിക്കുന്നു. Hallelujah. Hallelujah. Job lost everything. ഇയ്യോബിന് സകലതും നഷ്ടമായി. He lost even his wife. അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും All his നഷ്ടമായി. children. തന്റെ മക്കളെ നഷ്ടമായി. And all the livestock. തന്റെ ജീവിതത്തിലെ എല്ലാ കന്നുകാലികളെയും തന്റെ സമ്പത്തിനെ നഷ്ടമായി. But he believed still on God. എന്നാൽ അവൻ അപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചു. He had a lot of skin diseases, something like psoriasis all over his body. തന്റെ ശരീരത്തിൽ സൊറായസിസ് പോലെ എന്തെല്ലാമോ ചർമ്മ രോഗങ്ങൾ തനിക്ക് പിടിപെട്ടു. But still he kept on believing on God. എന്നാൽ അപ്പോഴും അവൻ ദൈവത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. Hallelujah. Hallelujah. And this is what Job teaches us. ഇതാണ് ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്നുള്ളത്. If you persevere, നിങ്ങൾ പിടിച്ചു നിന്നാൽ God will give double for your trouble. നിങ്ങളുടെ ഇന്നത്തെ കഷ്ടതയ്ക്ക് പകരം നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ നന്മകളെ അവൻ ഇരട്ടിയാക്കും. God will give you double for your trouble. ദൈവം നിങ്ങളുടെ കഷ്ടതകൾക്ക് പകരം നിങ്ങളുടെ നന്മകളെ, അനുഗ്രഹങ്ങളെ അവൻ ഇരട്ടിയാക്കും. ചുറ്റിലുമുള്ള 10 പേർക്ക് കൈ കൊടുത്തിട്ട് പറയുക, double for your trouble. Double for your trouble. Double for your trouble. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ട്രബിളിന് പകരമായി ഇരട്ടി അനുഗ്രഹം തരുന്ന ഒരു ദൈവമാണ് ഇയ്യോബിന്റെ ദൈവം. ആമേൻ. Hallelujah. 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 കൈകൾ ഉയർത്തി പറഞ്ഞാലും double for my trouble. Double for my trouble. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ, ഞാൻ കഷ്ടത
അനുഭവിച്ചെങ്കിൽ ഇരട്ടി അനുഗ്രഹം എനിക്ക് വേണ്ടി വരുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ കഷ്ടത അനുഭവിച്ചെങ്കിൽ ഇരട്ടി 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 ഇരട്ടിയായി എന്റെ അനുഗ്രഹങ്ങൾ താ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞാൽ ഇരട്ടിയായി നന്മകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അനുഭവിച്ച കഷ്ടതയുടെ വേദന എത്രയുണ്ട്, അതിന്റെ ഇരട്ടി സന്തോഷം, അതിന്റെ ഇരട്ടി സമാധാനം, അതിന്റെ ഇരട്ടി നന്മകൾ. റമന ശിഖറബശസേ, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ ആഴം എത്രത്തോളമുണ്ട്, നമ്പർ എത്രത്തോളമുണ്ട്, തൂക്കം എത്രത്തോളമുണ്ട്, അതിന്റെ ഇരട്ടി സന്തോഷം, നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇരട്ടിയായി വന്നു ചേരട്ടെ. The Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, if you persevere in life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, if you persevere in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന സഹിഷ്ണുതയുടെ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, neglecting all the failures in your life, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെ ഇപ്പോൾ അവഗണിക്കുക. God has reserved double blessings for you. ദൈവം നിനക്ക് വേണ്ടി ഇരട്ടി ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. How the spirit of a finisher, അതുകൊണ്ട് പൂർത്തിയാക്കുന്നവന്റെ ആത്മാവുള്ള വ്യക്തിയായി മാറുക. never quit in between. അതിനിടയിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്. Hallelujah. കണ്ണ് തുറന്ന് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്നിട്ട് ആ വ്യക്തിയോട് പറയുക, ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത് നിർത്തരുത്. ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത് നിർത്തരുത്. പറ, 4 പേരോട് പറ, ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത് നിർത്തരുത്. ആമേൻ. Come what may, still you have to come to the blessing center because the Lord has reserved so many things for you. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, മാനം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ശരി, ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത് നിർത്തരുത്. കാരണം നിന്റെ അനുഗ്രഹം അവിടെയാണ് ഇരിക്കുന്നത്. ആന്റിയുടെ പേര് ഫിലോമിന എന്നാണ്. ഈ ആന്റി പറയുന്നത് 30 വർഷമായിട്ടുള്ള തന്റെ ഉപ്പൂറ്റി 2 കാലിലും ഉപ്പൂറ്റി വിണ്ട് കീറുമായിരുന്നു 30 വർഷമായിട്ട്. അത് മാത്രമല്ല 6 മാസമായിട്ട് തനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് മുഖാന്തരം തൻ മേലെല്ലാം എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതും വെച്ച് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. പക്ഷേ ആന്റി പറയുന്ന ഇതാണ്, ഈ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന മാറിയത് ഞായറാഴ്ച ദിവസം, അതായത് 2011 നവംബർ മാസം 20-ാം തീയതിയാണ്, 3ാമത്തെ ഞായറാഴ്ച. ആ ഞായറാഴ്ച ഇവിടെ ആരാധന നടക്കുന്നതിൽ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരാധന സംബന്ധിക്കുമ്പോൾ ആ സമയത്ത് ബ്രദർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ വലത്തെ കാലിൽ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. അപ്പൊ കാലം നിലത്ത് കുത്തി ശരിക്കും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞത്, ശരിക്കും താഴത്ത് ഇങ്ങനെ ചവിട്ടാൻ പറഞ്ഞു. ആ സമയത്ത് സിസ്റ്റർ ചവിട്ടിയപ്പോൾ വേദന മാതിരി തോന്നി, എങ്കിലും ചവിട്ടി. പക്ഷേ അത് ആ 2 കാലിലെയും വലത്തെ കാലിലെ വിളിച്ചു പറഞ്ഞെങ്കിൽ 2 കാലിലും ഉണ്ട്. പക്ഷെ 2 കാലിലെ വിണ്ട് കീറൽ അത് മാറി. ഇപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ ഒരു വര മാതിരി പാടുകളേ ഉള്ളൂ ആ കാലിൽ. പക്ഷെ വേദനയില്ല, ഒന്നുമില്ല. പിന്നീട് ആ വിണ്ടുകീറൽ വന്നിട്ടില്ല. അത് മാത്രമല്ല, രണ്ടാമത് അലർജി സൗഖ്യമായത് ബ്ലെസ്സിംഗ് ടുഡേ 2012 ജനുവരി മാസത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ശരീരം മുഴുവൻ ഇങ്ങനെ അലർജി കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് മാന്തുന്ന ഒരു വ്യക്തിയെ, അതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രത്യേക നീളമുള്ള ഒരു സാധനം കൊണ്ട് മാന്തുന്ന വ്യക്തിയെ. അത് ഞാൻ ചോദിച്ചിട്ട് ആന്റി പറയുന്നത് ബ്രഷ് കൊണ്ടാണ് മാന്തിയിരുന്നത്. വലിയൊരു ബ്രഷും കൊണ്ടാണ്. അത്രയ്ക്ക് വലിയ ചൊറിച്ചിലായിരുന്നു. പണ്ട് ഇതിന്റെ ഒരു ഡിഗ്രി എടുത്ത ഒരാളാണ് ഇയോബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പണ്ട്, ഓർക്കുന്നുണ്ടോ? അത് ഓട്ട് കഷ്ണം എടുത്തിട്ട് അതുകൊണ്ടാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? അപ്പൊ ബ്രദർ പറഞ്ഞു ഇങ്ങനെ അതുപോലെ ഒരു സാധനം വെച്ച് മാന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ആന്റി അത് വിശ്വസിച്ചു. ആ സമയത്ത് എന്റെ ശരീരം മുഴുവൻ തണുക്കുന്നത് മാതിരി തോന്നി. അപ്പൊ ആന്റി ഇപ്പൊ എന്നെ കൈയും കാലെല്ലാം കാണിച്ചു തന്നു. കാരണം ആ സമയത്ത് നേരത്തെ പാടുകൾ ഉണ്ടാവുന്നു, അപ്പോൾ പാടുകൾ പോലും അവിടെയില്ല. അതുപോലെ യേശു കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി. ഇത് കേൾക്കുമ്പോൾ ഇതുപോലെ അലർജിയോ പ്രശ്നങ്ങളോ ഉള്ളവർ, ഉപ്പൂറ്റിയിൽ പ്രശ്നങ്ങളുള്ളവർ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. നാളെ തൃശ്ശൂർ ടൗൺ ഹാളിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. യു ആർ ഓൾ വെൽക്കം. വരണം, അനുഗ്രഹം പ്രാപിക്കണം. വെള്ളിയാഴ്ച ചെന്നൈയിലാണ്. ചെന്നൈയിൽ ബിഷപ്പ് മാണിക്യം ഹാൾ കിൽപോക്കിൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം. ബാംഗ്ലൂരുള്ളവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയുള്ള സെയിൻറ്റ് പാട്രിക് ഹാളിലേക്ക് ഞങ്ങൾ വരികയാണ് ഈ ശനിയാഴ്ച. തീർച്ചയായും വരണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരണം.
ഒത്തിരി അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൈറോയിഡ് രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ESR ഒത്തിരി കൂടി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിലുള്ള പല ഘടകങ്ങളും അതിൻ്റെ നമ്പറുകളിൽ വേരിയേഷൻ ഉണ്ടായി പ്രയാസം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. TB രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വേർഷിപ്പ് യു ഫാദർ. എല്ലാറ്റിൻ്റെയും മെഡിക്കൽ ടേംസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ, എന്നാൽ നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ മാസങ്ങളിൽ വർഷങ്ങളിൽ കർത്താവ് സൗഖ്യമാക്കിയവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രയും പേരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ടുഡേ ഈസ് യുവർ ഡേ. ജസ്റ്റ് ബിലീവ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരെന്നേക്ക് രോഗിയായിരിക്കാനുള്ളവരല്ലല്ലോ കർത്താവ്. യേശുവിൻ്റെ രോഗസൗഖ്യം ഇപ്പോൾ ഈ ശരീരങ്ങളിലേക്ക് വന്ന് പ്രവേശിക്കട്ടെ. അവർ വിടുതൽ പ്രാപിക്കട്ടെ. അത്ഭുതകരമായ സാക്ഷ്യങ്ങളുമായി അവർ പുറത്തേക്ക് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീണുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി കർത്താവിനെ കാണിക്കുന്നു. സൂസൻ എന്നു പേരുള്ളൊരു സഹോദരി, വളരെ തിന്നാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തലചുറ്റലുണ്ടാകുന്നു. യുവർ ബോഡി ഈസ് വെരി വീക്ക്. എന്നാൽ കർത്താവിൻ്റെ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ്. മാത്രമല്ല, ഈ സമയത്ത് ഈ പ്രേയറിൻ്റെ ഇടയിൽ തന്നെ പലരും പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കാണാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ലോർഡ്, fill your people, fill your children with your spirit, Father. In the name of Jesus അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വർഷിപ്പ് വർഷിപ്പ് വർഷിപ്പ്. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ എല്ലാ നിലകളിലും അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആസ്മ രോഗം മാറിപ്പോകട്ടെ. ഫൈബ്രോയിഡ്, യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ വിടുതലിനായി നന്ദി. ജനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നാളെയും മറ്റന്നാളും മറ്റ് ചില ടോപ്പിക്കുകളെ കുറിച്ചുള്ള സന്ദേശങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേൾക്കാൻ മറക്കരുത്. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. See you tomorrow. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: യാക്കോബിന്റെ മകൾ ദീനയെ അപഹരിച്ചു കൊണ്ടുപോയത് ആര്? Who had taken away and defiled Dinah, the daughter of Jacob? Options: A. Shechem, B. Shankar, C. Yiftah, D. Abdon. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 999 59 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചിരുന്നതാണ്. ഇനി നാളത്തെ ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ
www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.